ഇന്നത്തെ ദിവസം നമ്മുടെ ഇന്ത്യക്കാരും യൂറോപ്യൻസും ഒക്കെ ഒരുപക്ഷെ വളരെ സന്തോഷത്തിലായിരിക്കും. കാരണം ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ഡീല് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും യൂറോപ്പിന്റെ ഭാഗത്തു നിന്നും. ലോകത്തെ വിസ്മയിപ്പിച്ച ഇന്നലെ നടന്ന നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡും തുടർന്ന് ഇന്ന് നടന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് കരാറുമൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അഭിമാനം തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ അധികം ശ്രദ്ധ കൊടുക്കാത്തൊരു വാർത്ത കൂടി വന്നു അല്ലേ? കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നതായിരുന്നു ആ വാർത്ത. അതായത് നെക്സ്റ്റ് കാനഡയാണോ എന്നതാണ് ചോദ്യം. അതായത് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് ഡീല് ഇന്നത്തോടെ യാഥാർത്ഥ്യമായി. അടുത്ത് മറ്റൊരു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന കൂടുതൽ ആളുകളുള്ള ഒരു രാജ്യവുമായിട്ട് നമ്മളൊരു ട്രേഡ് ഡീല് സൈൻ ചെയ്യാനുള്ള വലിയ സാധ്യത തുറന്നു വരികയാണ്. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റിൻ ട്രൂഡോ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്തുണ്ടായ വിഷയങ്ങളെക്കുറിച്ച് ധാരാളം നമ്മളൊക്കെ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എല്ലാ പ്രേക്ഷകരും ഓർക്കുന്നുണ്ടാവും അല്ലെ? ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് വൈകാരികതയോടെയൊക്കെ സംസാരിച്ചു. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രം ഒരു അക്ഷരം മിണ്ടിയില്ല. ജസ്റ്റിൻ ട്രൂഡോയെ കമാന്നൊരക്ഷരം ആ മനുഷ്യൻ പറഞ്ഞില്ല. അതാണ് നരേന്ദ്രമോദി. നമ്മളൊക്കെ ട്രൂഡോയെ അങ്ങ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ഉള്ള ഒരു സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രം ഒന്നും മിണ്ടിയില്ല. പല പ്രതിപക്ഷ നേതാക്കളും നരേന്ദ്രമോദിയെ വിമർശിക്കുക പോലും ചെയ്തു, പ്രതികരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നരേന്ദ്രമോദി അന്നും ഇന്നും ട്രൂഡോയെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഫലം എന്താ? വളരെ മോശം അവസ്ഥയിലായിരുന്ന ഇന്ത്യ കാനഡ റിലേഷൻ ഇന്നും മികച്ച ഒരു ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ട്രൂഡോയുടെ കസേര തെറിക്കുകയും ചെയ്തു. ട്രൂഡോ ഇന്ന് കാനഡ പൊളിറ്റിക്സിൽ അപ്രസക്തനാണ്. നമ്മൾ സാധാരണക്കാരും നരേന്ദ്രമോദിയെ പോലെയുള്ള മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം, മോദിയൊക്കെ എന്ന് പറയുന്നത് വികാരത്തെക്കാൾ ഉപരി വിവേകത്തോടെ ചിന്തിക്കുന്നവരാണ്. നമ്മളെപ്പോഴും വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആ ട്രംപിനെ തന്നെ, ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ട്രംപിനെ കുറിച്ച് രണ്ടെണ്ണം പറഞ്ഞാലേ നമുക്കൊരു തൃപ്തിയുള്ളൂ. കാരണം അയാൾ എന്നാലും നമ്മളോട് ഈ പണി കാണിച്ചല്ലോ എന്നൊരു തോന്നൽ സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരന് തോന്നും. അത് എനിക്കും തോന്നാറുണ്ട്, ഞാൻ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അത്രയും വലിയൊരു പൊസിഷനിൽ എത്താൻ പറ്റുന്നതും തുടർച്ചയായിട്ട് അധികാരത്തിൽ എത്താൻ പറ്റുന്നതും. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഡിഫറൻ്റ് ആണ്. നരേന്ദ്രമോദി ട്രംപിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്നുകിൽ ട്രംപിന്റെ ഭരണകാലയളവിൽ തന്നെ അല്ലെങ്കിൽ ട്രംപിന്റെ അധികാരമാറ്റത്തിന് ശേഷം ഇന്ത്യ അമേരിക്ക റിലേഷൻ വീണ്ടും പഴയതിനേക്കാൾ ശക്തമായിട്ട് ഉയരങ്ങളിലേക്ക് പോകുമെന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. കാനഡ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ x.comലെ ഒരു ട്വീറ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ മാൽഡീവ്സിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, മുഹമ്മദ് മൊയ്സു ഇന്ത്യ ഔട്ട് ക്യാമ്പയിനൊക്കെ നടത്തിയ മനുഷ്യനാണ്. ഇന്ത്യക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത ഒരാളാണ്. ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നരേന്ദ്രമോദി മുഹമ്മദ് മൊയ്സുവിനെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെയാണ് നരേന്ദ്രമോദിയുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. നരേന്ദ്രമോദി ലൂസ് ടോക്കിന് പോകുന്ന ആളല്ല. ആവശ്യമില്ലാത്ത വാചകമടിയും വെല്ലുവിളിയും ഡയലോഗ് അടിയൊന്നുമില്ല. പറഞ്ഞാൽ ചെയ്തിരിക്കും, ചെയ്യാൻ പറ്റുന്നതേ പറയൂ. അതാണ് മോദി. ആവശ്യമില്ലാത്ത ഡയലോഗൊന്നുമില്ല. അവിടെ നരേന്ദ്രമോദി ചെയ്ത് കാണിക്കും. ഇന്ത്യക്കെതിരെ ക്യാമ്പയിൻ നടത്തിയ അതേ മുഹമ്മദ് മൊയ്സു നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുമ്പ് വന്നിരുന്നെങ്കിൽ അവിടെയാണ് മോദിയുടെ മാസ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നലെ നമ്മുടെ മുഹമ്മദ് മൊയ്സു ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നമ്മുടെ പ്രസിഡന്റിനെയും ഒക്കെ പേരെടുത്തുകൊണ്ട് തന്നെ അവരെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു റിപ്പബ്ലിക് ദിന ഒരു അഭിനന്ദനം, അദ്ദേഹം ഒരു ആശംസയൊക്കെ അറിയിച്ച് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അതിന് നരേന്ദ്രമോദി മറുപടി വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷിലും എഴുതാമായിരുന്നു. പക്ഷെ മാൽഡീവ്സിന്റെ പ്രാദേശിക ഭാഷയിൽ തന്നെ നരേന്ദ്രമോദി ഒരു മറുപടി ഇട്ടു. ദിവേഹി എന്ന ഭാഷ, അത് നമുക്ക് പരിവർത്തനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ദിവേഹി ഭാഷ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊന്നും പോയാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടില്ല. ഇംഗ്ലീഷിലോട്ട് പരിവർത്തനം ചെയ്താൽ ചാറ്റ് GPT-യിലൊക്കെ പോയി ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾക്ക് ഇത് എന്താണ് ഇതിന്റെ മീനിങ് എന്നതിൽ കൺഫ്യൂഷൻ ഉണ്ട്. റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പല ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളും നോക്കുമ്പോൾ റോങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ് അവർക്ക് കിട്ടുന്നത്. ശരിക്കും നമ്മൾ ചാറ്റ് GPT-യിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ എക്സാക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടും. അതായത് ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടി, അത്രേ ഉള്ളൂ. പക്ഷെ ദിവേഹി ഭാഷയിൽ നരേന്ദ്രമോദി അത് എഴുതുമ്പോൾ അത് മാലിദ്വീപിലുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷം തോന്നുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് ലോങ് ടേം ആണ് മോദി എപ്പോഴും മുന്നിൽ കാണുന്നത്. ഷോർട്ട് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന നേട്ടങ്ങളോ പെട്ടെന്നുണ്ടാവുന്ന പുരോഗതിയോ അല്ല. 10-30 വർഷം മുന്നോട്ട് ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ത്യയുടെ അടുത്ത രാജ്യങ്ങളിൽ
പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചൈനയും അമേരിക്കയും ഒക്കെ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിനെയൊക്കെ തന്ത്രപരമായിട്ടാണ് ഓവർകം ചെയ്യുന്നത്. ഇന്ത്യ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ മാലിദ്വീപ് ഇന്ത്യയും തമ്മിൽ എത്ര നല്ല ബന്ധമാണ്. ഒരവസരത്തിൽ തുർക്കി വരെക്കാർ കളിക്കാൻ നോക്കിയല്ലേ ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിൽ. പക്ഷെ ഇന്ത്യ അതിനെയൊക്കെ കൗണ്ടർ ചെയ്തു. ഇന്ത്യ വീണ്ടും മാലിദ്വീപിനെ ഇന്ത്യയുടെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തി. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു പരിധിവരെ KP ശർമ്മ ഒലിയെ നമുക്ക് ചങ്ങലക്കിടാൻ പറ്റിയിട്ടുണ്ട്, നമ്മുടെ നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ നേപ്പാളിനെ നമുക്കൊരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ഈ ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ട്, കാരണം കമ്മ്യൂണിസം നേപ്പാളിൽ ശക്തമായതുകൊണ്ട്. എന്നിരുന്നാലും ഇന്ത്യക്ക് ആ ഒരു നേപ്പാളിലും സ്വാധീനം നിലനിർത്താൻ ഇന്ന് കഴിയുന്നുണ്ട്. അതുപോലെയാണ് ശ്രീലങ്ക. ഒരു സമയത്ത് ചൈനീസ് കപ്പലുകൾ തേരാപ്പാര വന്ന് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇന്ന് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പുതിയ ഭരണകൂടം ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അസ്വാരസ്യങ്ങളില്ല. നാളെ ഉണ്ടായിക്കൂടുന്നില്ല, പക്ഷെ ഉണ്ടായാൽ അതിനെയും ഇന്ത്യ അതിജീവിക്കും. ഇന്നിപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ വളരെ മോശം അവസ്ഥയിലല്ലേ. കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതേപോലെ നമുക്കൊരു വീഡിയോ ചെയ്യാം. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷൻ വീണ്ടും പഴയതിനേക്കാൾ ശക്തമായ രീതിയിൽ തിരിച്ചു വരും. കാരണം ഇന്നത്തെ ഇന്ത്യക്കെതിരായ ഓരോ ഘടകങ്ങളെയും അവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള പണിയൊക്കെ ഇന്ത്യ എന്നേ തുടങ്ങി കാണും. അപ്പൊ ഇത് ഇന്ത്യ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെ തരണം ചെയ്ത് ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. US കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. ഇപ്പൊ കാനഡയുടെ കാര്യം എടുക്കാം. ഇന്ത്യ കാനഡ റിലേഷൻ എന്തുമാത്രം മോശമായിരുന്നു. രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. ഇന്ത്യക്കെതിരെ തുടർച്ചയായിട്ട് ജസ്റ്റിൻ ട്രൂഡോ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെയും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ ഭരണാധികാരികളെയൊക്കെ വിളിച്ചിട്ട് ഇന്ത്യക്കെതിരെ ഈ പരദൂഷണം പറയുക. അങ്ങനെ വളരെ വൃത്തികെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ട്രൂഡോ. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യ കാനഡ റിലേഷൻ വളരെ സ്ട്രോങ് ആണെന്ന് മാത്രമല്ല, ചിലപ്പോൾ കാനഡയും ഇന്ത്യയും തമ്മിൽ ഒരു ട്രേഡ് ഡീല് വൈകാതെ സൈൻ ചെയ്യാനും സാധ്യതയുണ്ട്. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ കാർണി അദ്ദേഹം മിക്കവാറും മാർച്ച് ആദ്യ ആഴ്ചകളിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ മിക്കവാറും ഇന്ത്യയും കാനഡയും തമ്മിലൊരു ട്രേഡ് ഡീല് സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല യുറേനിയം, എനർജി, മിനറൽസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഡീല് സൈൻ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അത് ഇന്ത്യക്ക് വളരെ ഗുണമാണ്, കാനഡയ്ക്കും ഗുണമാണ്. അമേരിക്കയെ പരിധി വിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് കാനഡയും മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ അടുക്കളയുടെ പുറകിലായിട്ട് കുറച്ച് സ്ഥലം കാണും, മീനൊക്കെ മുറിച്ചിട്ട് വേസ്റ്റും വെള്ളവും ഒക്കെ എടുത്ത് ഒഴിക്കാനായിട്ടെ. അങ്ങനെ ഒരു സ്ഥലമായിട്ടാണ് അമേരിക്ക കാനഡയൊക്കെ കാണുന്നത്. എന്ന് വെച്ചാൽ അമേരിക്ക ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല. ഒരു റെസ്പെക്റ്റും കാനഡയ്ക്കോ മെക്സിക്കോയ്ക്കോ ഒന്നും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങളുടെ പരമാധികാരത്തെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോൾ കാനഡയും യൂറോപ്പിനെ പോലെ ഒരു വ്യക്തിത്വം, നമുക്കൊരു വ്യക്തിക്ക് വ്യക്തിത്വം എന്ന പോലെ തന്നെ ഒരു രാജ്യത്തിന് ഒരു സ്വതന്ത്രമായ ഐഡന്റിറ്റി വേണം. അമേരിക്കയുടെ വാല് അല്ലെങ്കിൽ അമേരിക്കയുടെ വേസ്റ്റ് തള്ളാനുള്ള ഒരു ഇടം എന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു കാനഡയ്ക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി വേണം എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പൊ അമേരിക്കയും കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ മനുഷ്യന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ വളരെ പുതിയ രാജ്യങ്ങളാണ്. അല്ലാതെ ഒരുപാട് നൂറ്റാണ്ടുകളുടെ 10 നൂറ്റാണ്ടിന്റെ പഴക്കമൊന്നും പറയാൻ പറ്റുന്ന രാജ്യങ്ങളൊന്നുമല്ല ഇന്ത്യയോ ചൈനയോ പോലെയൊന്നും. താരതമ്യേന യങ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. പക്ഷെ എന്നാലും അമേരിക്കയ്ക്ക് പറയാവുന്നത് പോലെ തന്നെ ഒരു ചരിത്രം കാനഡയ്ക്കുമുണ്ട്. അമേരിക്കയ്ക്കുള്ളതുപോലെ ഒരു ഐഡന്റിറ്റി കാനഡയ്ക്കുമുണ്ട്. ആ ഐഡന്റിറ്റിയെ റെസ്പെക്ട് ചെയ്യാനായിട്ട് അമേരിക്കൻ ഭരണകൂടം തയ്യാറല്ല. അവിടെയാണ് കാനഡയും സ്വതന്ത്രമായിട്ട് നിൽക്കണം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി വേണം, എന്നും US ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു തിരിച്ചറിവിലെത്തി നിൽക്കുന്നത്. അവിടെ അവരുടെ മുന്നിൽ എന്താണോ യൂറോപ്പിന്റെ മുന്നിൽ അവശേഷിച്ചിരുന്നത് അതുപോലെ അവരുടെ മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് പ്രധാനം. കാനഡ ഇപ്പോൾ ചൈനയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തിയല്ലോ. ഇതിനെതിരായിട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. അത് മിക്കവാറും കാനഡയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ കൂടുതൽ മോശമാവുകയും ഈ ചൈനയും കാനഡയും തമ്മിലുണ്ടാക്കിയ ട്രേഡ് ഡീല് അത് എവിടെയും എത്താതെ പോവുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയുമായിട്ട് കാനഡ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിയ പിന്നെയും അമേരിക്ക സഹിക്കും. പക്ഷെ ചൈനയുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീല് അമേരിക്ക എനിക്ക് തോന്നുന്നില്ല സഹിക്കുമെന്ന്. അമേരിക്കയെ വെല്ലുവിളിക്കാനോ എതിർക്കാനോ ഉള്ള ഒരു ശക്തിയൊന്നും ഇന്നിപ്പോൾ കാനഡയ്ക്ക് ഇല്ല. പക്ഷെ എന്നാലും അവർ ട്രൈ ചെയ്യുമായിരിക്കാം. എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീല് വൈകാതെ തന്നെ കാനഡ സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അമേരിക്കയുമായിട്ട് സൗഹൃദമുള്ള രാജ്യങ്ങൾ, അമേരിക്കയുടെ ഏറ്റവും അടുത്ത് നിന്ന രാജ്യങ്ങളാണ് ഈ 5 ഐസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ. ഈ 5 ഐസിനകത്ത് ബ്രിട്ടൻ ഉണ്ട്, കാനഡയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, അമേരിക്കയുണ്ട്. 5 കണ്ണുകൾ. ഇവർ ഈ 5 ഐസിന്റെ കോൺസെപ്റ്റ് തന്നെ പരസ്പരം ഇന്റലിജൻസ് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പൊ അതിനകത്തുള്ള 4 രാജ്യങ്ങൾ വൈകാതെ ഇന്ത്യയുമായിട്ട് പൂർണ്ണമായും ട്രേഡ് ഡീല് സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് കാര്യം. അമേരിക്ക മാത്രം അവിടെ ഒന്നും അല്ലാതെ നിൽക്കുകയാണ്. 5 ഐസിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ഓസ്ട്രേലിയ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള
ട്രേഡ് ഡീല് 2022 ഡിസംബറിൽ തന്നെ നമ്മൾ പൂർത്തിയാക്കിയതാണ്. ഇന്ത്യ ഓസ്ട്രേലിയ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് എന്നാണ് ആ എഗ്രിമെന്റിന്റെ പേര്. 2022 നമ്മൾ സൈൻ ചെയ്തു. അത് 2022 ഡിസംബറിലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. 5 ഐസിലെ തന്നെ രണ്ടാമത്തെ രാജ്യമായിട്ടുള്ള UK, അതായത് യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടനുമായിട്ടും ഇന്ത്യ UK കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇന്ത്യ സൈൻ ചെയ്യുന്നത്. 2025 ജൂലൈ മാസം നമുക്കത് ഫിനിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ രാജ്യവുമായിട്ടും ട്രേഡ് ഡീല് യാഥാർത്ഥ്യമായി. ന്യൂസിലാൻഡുമായിട്ട് ഇന്ത്യ ന്യൂസിലാൻഡ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 2025 മാർച്ചിലാണ് നമ്മൾ അതിന്റെ ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. 2025 ഡിസംബർ 22 നമ്മൾ ഡീല് അഥവാ ചർച്ചകൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഡീല് ഫൈനലൈസ് ചെയ്തു എന്നുള്ളതാണ്. വൈകാതെ തന്നെ ഔദ്യോഗികമായിട്ട് സൈൻ ചെയ്യും. 2026 ഈ വരുന്ന മാസങ്ങളിൽ തന്നെ അത് ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഡീല് ഫൈനലൈസ് ആയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് കാനഡ. കാനഡയുമായിട്ട് ഇന്ത്യ ഒരു ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള സാധ്യത തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. കനഡിയൻ പ്രൈം മിനിസ്റ്ററിന്റെ സന്ദർശനം ഇതിനോട് കൂട്ടിച്ചേർത്താണ് വായിക്കേണ്ടത്. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ സന്ദർശന സമയത്ത് ഇന്ത്യയിൽ വെച്ചൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ വെച്ച് സുപ്രധാനപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളും എടുത്തിട്ട് ഫ്യൂച്ചറിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിൽ പോവുകയാണെങ്കിൽ അവിടെ വെച്ച് സൈൻ ചെയ്യാം. ഇത്തരം സാധ്യതകളെല്ലാം നിലവിലുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഡീല് ഫൈനലൈസ് ചെയ്യാണ്. അമേരിക്ക ഇപ്പോഴും മാനത്ത് നോക്കി നിൽക്കുകയാണ്. ഇവിടെ അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ്. കാരണം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീല് തന്നെ എടുത്ത ഏകദേശം 45 കോടിയിലധികം മനുഷ്യർ ഉള്ള ഒരു കരാറാണത്. അപ്പോൾ ഈ 45 കോടി എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു $35,000 മുകളിൽ പെർ ക്യാപിറ്റയുള്ള മനുഷ്യരാണ് യൂറോപ്പിലുള്ളത്. അതിൽ തന്നെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന GDP പെർ ക്യാപിറ്റ ഉള്ള രാജ്യങ്ങളെല്ലാം യൂറോപ്പിലാണ്. ലക്സംബർഗ് അടക്കം ഏകദേശം $2 ലക്ഷം മുകളിൽ പെർ ക്യാപിറ്റ ഉള്ള രാജ്യങ്ങളുടെ നീണ്ട നിര തന്നെ യൂറോപ്പിനകത്തുണ്ട്. സോ അമേരിക്കയുടേതൊന്നും അത്രയൊന്നും ഇല്ല. അപ്പൊ അമേരിക്കയെക്കാൾ സമ്പന്ന രാജ്യങ്ങൾ ധാരാളമുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറ് നമുക്ക് ഗുണമാണ്. അമേരിക്കയെക്കാൾ പോപ്പുലേഷൻ ഉണ്ട് യൂറോപ്യൻ യൂണിയന്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം US-ഉമായിട്ടുള്ള ട്രേഡ് ഡീലിനേക്കാൾ കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ട്രേഡ് ഡീലാണ് നമ്മളിപ്പോൾ യൂറോപ്പുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയ അതുപോലെ തന്നെ ഒരു സമ്പന്ന രാജ്യമാണ്, കാനഡ സമ്പന്ന രാജ്യമാണ്, ന്യൂസിലാൻഡ് സമ്പന്ന രാജ്യമാണ്. സോ ഇവരുമായിട്ടൊക്കെ നമ്മൾ ട്രേഡ് ഡീല് ചെയ്യുന്നതിലൂടെ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ US മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അമേരിക്ക പണി തരാനായിട്ട് ഇറങ്ങിയപ്പോൾ അമേരിക്കക്കിട്ട് ഇന്ത്യ പണി കൊടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഈ ബിഗ് ബി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ക്ലൈമാക്സിൽ വില്ലൻ ടോണിയുടെ കൂടെ കുറെ ആൾക്കാരുണ്ടല്ലോ. ക്ലൈമാക്സ് ആവുന്ന സമയത്ത് ടോണിയെ നൈസിനെ തേച്ച് കൂടെ നിന്ന് എല്ലാവരും ഇപ്പുറത്ത് ബിലാലിന്റെ ടീമിലേക്ക് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ഏതാണ്ട് അതുപോലെയാണ് ശരിക്കും അമേരിക്കയുടെ ഇപ്പോൾ അവസ്ഥ. അമേരിക്കയുടെ കൂടെ നിന്ന യൂറോപ്പ്, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇവരെല്ലാം അമേരിക്കയെ കൈവിട്ട് മറുഭാഗത്തേക്ക് ചാടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.